നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഡീലാരോപണം കടുപ്പിച്ച് കോൺഗ്രസ്. UDF അധികാരത്തിൽ എത്താതിരിക്കാൻ നരേന്ദ്രമോദിയും പിണറായി വിജയനും ധാരണയുണ്ടാക്കിയെന്ന് ചെന്നിത്തല ആരോപിച്ചു. തിരുവനന്തപുരത്തും വട്ടിയൂർക്കാവിലും CPM BJP ഡീലാരോപണവുമായി K മുരളീധരൻ രംഗത്തെത്തി. BJP കൌൺസിലർമാരുടെ പ്രവർത്തനം രാത്രി LDF സ്ഥാനാർത്ഥി VK പ്രശാന്തിന് വേണ്ടിയാണെന്നാണ് മുരളീധരന്റെ ആരോപണം. ദുർബല സ്ഥാനാർത്ഥിയെന്ന ആരോപണം വിചിത്രം എന്നാണ് തിരുവനന്തപുരത്തെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി സുധീർ കരമനയുടെ പ്രതികരണം. BJP CPM ഡീൽ എന്നത് വലിയ തമാശയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പരിഹസിച്ചു. ഈ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കിയിരിക്കുകയാണ്. 2021 ആ ധാരണ ആരംഭിച്ചതാണ്. കോൺഗ്രസിനെ മാറ്റി നിർത്തുക, കോൺഗ്രസ് നയിക്കുന്ന UDFനെ ഒറ്റപ്പെടുത്തുക, UDF അധികാരത്തിൽ വരാതിരിക്കുക, കോൺഗ്രസ് മുക്ത ഭാരതം സാക്ഷാത്കരിക്കുക. 2021 69 സീറ്റുകളിലാണ് NDAയുടെ വോട്ടുകൾ CPMന് നൽകിയത്. അങ്ങനെയാണ് കേരളത്തിൽ തുടർഭരണമുണ്ടായത്. ഇപ്പോൾ BJPന്റെ A ക്ലാസ് മണ്ഡലത്തിന്റെ ലക്ഷണം കാണുന്നുണ്ടോ എനിക്ക് ഇവിടെ വന്നപ്പോൾ? അപ്പോൾ അതിന്റെ അർത്ഥം ഇവിടെ എന്തോ ഡീലുണ്ട്. ചില കൗൺസിലർമാർ, ഇനി പേര് പറയണമെങ്കിൽ ഞാൻ പിന്നീട് പറയാം, ശ്രീരേഖയ്ക്ക് വേണ്ടി ചുമരെഴുതുമ്പോൾ മുമ്പിൽ ഒന്ന് നിൽക്കും, രാത്രി പറയുന്നത് പ്രശാന്തിന് വോട്ട് ചെയ്യണമെന്ന്. ഇവിടെ എന്താണെങ്കിലും ആ ഡീല് നടക്കില്ല. അദ്ദേഹം വളരെ പാരമ്പര്യമായിട്ടുള്ള രാഷ്ട്രീയത്തിലുള്ള ഒരു മഹത്വ വ്യക്തിയാണ് ശ്രീ K മുരളീധരൻ. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കുറിച്ച് മോശമായി പറയുന്നില്ല. ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് പറയാൻ മറ്റൊന്നും കിട്ടാത്ത ഒരു സാഹചര്യം ആരെയെങ്കിലും പറയുക എന്ന ഒരു സിസ്റ്റം ചിലവർ വെച്ച് പുലർത്തുന്നുവെങ്കിൽ ആയിക്കോട്ടെ, അന്യനാണോ, രാഷ്ട്രീയം അറിയാമോ എന്നുള്ളത് തെളിയിക്കട്ടെ. കാക്ക പറന്നാൽ സൂര്യൻ പടിഞ്ഞാറുദിച്ചാൽ മാത്രമേ LDFനോ CPMനോ CPIക്കോ BJPയുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകും. അതുകൊണ്ട് ഈ പച്ചക്കള്ളം യാദൃച്ഛികമല്ല. ഈ പച്ചക്കള്ളം കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിന്റെ ഡീൽ മൂടിവെക്കാൻ വേണ്ടി മാത്രമാണ്. TV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, വീണ്ടും ഡീൽ ആരോപണങ്ങൾ പുതുതായി വന്നുകൊണ്ടിരിക്കുന്നു, നേതാക്കളുടെ ആരോപണ പ്രത്യാരോപണങ്ങളും. അപ്പോൾ ഡീലിൽ കറങ്ങിത്തിരികയാണ് കേരള രാഷ്ട്രീയം, അല്ലേ? അത് തന്നെയാണ് സ്മൃതി. ഇത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായൊരു നീക്കമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറ്റനേകം വിഷയങ്ങൾ, ആരോഗ്യരംഗത്ത് ഉള്ള വിഷയം, ശബരിമല സ്വർണ്ണക്കൊള്ള, അതുപോലെ അപ്രഖ്യാപിത നിയമന നിരോധനം അടക്കമുള്ള നിരവധി വിഷയങ്ങൾ, അതെല്ലാം പ്രദേശത്തുള്ള ചെറിയ ചെറിയ മീറ്റിങ്ങുകളിൽ മാത്രമാണ് നേതാക്കൾ പ്രധാനമായും പറയുന്നതെങ്കിൽ മാധ്യമങ്ങളിൽ ഭാഗമായി വരുന്ന വാർത്താ സമ്മേളനങ്ങളിലും അതുപോലെ തന്നെ പ്രതികരണങ്ങളിലും എല്ലാം കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് അത് ഡീൽ ആരോപണങ്ങൾ തന്നെയാണ്. CPIഎമ്മും BJPയും തമ്മിലുള്ള ഡീൽ എന്ന് പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാനാണ് എന്ന് പറയുന്ന ചർച്ച നേരത്തെ തന്നെ സജീവമായുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേസുകളും അതുപോലെ തന്നെ തൃശൂർ പൂരം കൊലക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമെല്ലാം ഇതിന്റെ ഉദാഹരണമായി കോൺഗ്രസ് എടുത്തു കാട്ടുന്നുമുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട മറ്റ് വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് അത് ചർച്ചയാക്കുന്നതിന് പകരം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുന്ന ഡീൽ ആരോപണം തന്നെയാണ് ഇപ്പോഴും ശക്തമായി ഉന്നയിക്കുന്നത്. കൂടുതൽ കടുത്ത ആരോപണങ്ങളുമായി ഓരോ ദിവസവും ഓരോ നേതാക്കളായി രംഗത്ത് വരികയുമാണ് സ്മൃതി. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.